31കാരിയായ അലീനയ്ക്ക് വന്ന ആലോചനകൾക്ക് കണക്കില്ലായിരുന്നു. നഗരത്തിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല ശമ്പളമുള്ള ജോലിയുണ്ടവൾക്ക്. സ്വന്തമായി ഒരു ഫ്ളാറ്റും സ്വതന്ത്രമായ ജീവിതവുമുണ്ട്. അതുകൊണ്ടുതന്നെ അവളെ തേടിവന്ന പലരും നഗരത്തിലെ യുവജനങ്ങൾ തന്നെയായിരുന്നു. അലീനയ്ക്ക് സ്വന്തമായി ഒരു ലോകമുണ്ടായിരുന്നതുകൊണ്ടുതന്നെ പല ആലോചനകളും അവൾ ഒഴിവാക്കി. എന്നാൽ രാജീവന്റെ ആലോചന മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മകനാണ് രാജീവൻ. നഗരത്തിൽ തന്നെ വലിയൊരു ഇൻഫോസിസ് കമ്പനിയിൽ IoT എഞ്ചിനീയറാണ്. കേട്ടപ്പോൾ തന്നെ അലീനയ്ക്ക് താൽപ്പര്യം തോന്നി. അവൾ അമ്മയോട് കൂടുതലായി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ സംഭാഷണങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. രാജീവന്റെ കുടുംബം ഒരു വലിയ ഗ്രാമത്തിലെ സമ്പന്നമായ ഒരു കുടുംബമാണ്. പാരമ്പര്യമായി കാർഷിക വൃത്തിയുള്ളവരാണ് അവർ. കേട്ടപ്പോൾ അലീനയുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉടലെടുത്തു. ഒരു ഗ്രാമത്തിൽ ചെന്ന് എങ്ങനെ ജീവിക്കും എന്നായിരുന്നു അവളുടെ ചിന്ത. അവളുടെ സ്വപ്നങ്ങളിലെല്ലാം നഗരത്തിലെ മനോഹരമായ ഒരു വീടും അവിടെയുള്ള സ്വാതന്ത്ര്യവുമാണ്. അമ്മ, ഒരു ഗ്രാമത്തിൽ ചെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അലീന അമ്മയോട് ചോദിച്ചു. എന്താ മോൾക്ക് പറ്റാത്തത്? രാജീവനും അവന്റെ കാഴ്ചയില്ലാത്ത അച്ഛനും മാത്രമേ ആ വീട്ടിലുള്ളൂ. അത് നിനക്കൊരു സൗകര്യമല്ലേ? കുറഞ്ഞ ആളുകളുള്ള വീടല്ലേ നിനക്കിഷ്ടം? അമ്മയുടെ മറുപടി അവളെ ചിന്തിപ്പിച്ചു. സത്യമാണ്. വലിയ കുടുംബത്തിൽ പോയി ജീവിക്കാൻ അലീനയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു. കാരണം അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ കാഴ്ചയില്ലാത്ത അച്ഛനും ഭർത്താവും മാത്രമുള്ള ഒരു വീട്ടിൽ അവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അവൾക്ക് തോന്നി. എങ്കിലും ഗ്രാമത്തെക്കുറിച്ചുള്ള ചിന്ത അവളെ അലട്ടി. പിന്നീട് ജീവനുമായി ഫോണിലൂടെയുള്ള സംസാരങ്ങൾ ആരംഭിച്ചു. ആദ്യമൊക്കെ വളരെ സാധാരണ സംസാരത്തിനിടയിൽ രാജീവൻ ഗ്രാമത്തിൽ നിന്ന് ദിവസവും കാറിൽ നഗരത്തിലേക്ക് ജോലിക്കായി വന്നുപോകുന്നുണ്ടെന്ന് അലീനയോട് പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. നഗരത്തിൽ ജോലി ദിവസവും കാറിൽ യാത്രയിതെല്ലാം അവളുടെ എല്ലാ ഭയത്തെയും മാറ്റിമറിച്ചു. ഗ്രാമത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്ത ഒരു യാത്ര മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി. നഗരത്തിൽ ജോലിയുള്ള രാജീവനുമായി വിവാഹം കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണെന്ന് അവൾക്ക് തോന്നി. ആദ്യ കൂടിക്കാഴ്ച നടന്നത് നഗരത്തിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ചായിരുന്നു. രാജീവനെ ആദ്യമായി കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാടിഷ്ടമായി. ഉയരം കുറഞ്ഞ ശാന്ത സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ. സംസാരത്തിൽ നന്മ മാത്രം. അച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ചും രാജീവൻ തുറന്നു സംസാരിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരാളുടെ സഹായം വേണമെന്നും പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അലീനയുടെ മനസ്സിൽ രാജീവനോടും അദ്ദേഹത്തിന്റെ അച്ഛനോടും കൂടുതൽ വാത്സല്യം തോന്നി. നിങ്ങളുടെ അച്ഛനെ ഞാൻ നോക്കിക്കോളാം, ഒരു മകളെപ്പോലെ, അവൾ രാജീവനോട് പറഞ്ഞു. അലീനയുടെ ആ വാക്കുകൾ രാജീവനെ സന്തോഷിപ്പിച്ചു. അവളുടെ മനസ്സിന്റെ നന്മയിൽ അയാൾ മതിപ്പുള്ളവനായി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമായി. അങ്ങനെ ഒരു മാസത്തിനു ശേഷം അവരുടെ വിവാഹനിശ്ചയം നടത്താൻ തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു, ആരും ചിന്തിക്കാത്ത വേഗത്തിൽ. അലീനയുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വിരിഞ്ഞു. രാജീവനും അവന്റെ അച്ഛനും താനും മാത്രമുള്ള ഒരു ചെറിയ ലോകം. അവൾക്ക് സന്തോഷം അടയ്ക്കാനായില്ല. വിവാഹനിശ്ചയത്തിന്റെ ദിവസം രാജീവന്റെ അച്ഛനെ അലീന ആദ്യമായി കണ്ടു. വെളുത്ത മുടിയും നിറഞ്ഞ താടിയുമുണ്ട് അദ്ദേഹത്തിന്. കണ്ണുകൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും ആ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അലീനയെ കണ്ടപ്പോൾ നിറഞ്ഞ ചിരിയോടെ അദ്ദേഹം അവളെ ചേർത്തുപിടിച്ചു. ആ വാത്സല്യം അലീനയുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിന്റെ അലതരംഗം സൃഷ്ടിച്ചു. അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് കൈ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോൾ എത്ര നല്ല കുട്ടിയാണ്. എന്നെ ഇത്ര സ്നേഹത്തോടെ പരിചരിക്കുന്നത് മോന്റെ അമ്മ കഴിഞ്ഞാൽ നീ മാത്രമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അലീനയുടെ മനസ്സിൽ തോന്നിയ അസ്വസ്ഥത മാറിമറിഞ്ഞു. പക്ഷേ ചിലപ്പോഴൊക്കെ അച്ഛന്റെ നോട്ടം, പ്രത്യേകിച്ച് കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ പോലും അവളുടെ ചലനങ്ങളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. അത് അവളുടെ തോന്നലാണെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. ഒരു ദിവസം അത്താഴം കഴിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോന്റെ കൈകളിൽ എന്തോ ഒരു പ്രത്യേക സുഖമുണ്ട്. രാജീവനും ഇതറിയാമോ? ആ ചോദ്യം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും കാഴ്ചയില്ലാത്ത ഒരാളുടെ നിഷ്കളങ്കമായ ചോദ്യമാണെന്ന് സ്വയം സമാധാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭർത്താവിനോടുള്ള അവളുടെ സ്നേഹവും വിശ്വാസവും കൂടിക്കൊണ്ടിരുന്നു. രാജീവന്റെ ജോലിത്തിരക്ക് കാരണം അവർക്ക് ഒരുമിച്ചുള്ള സമയം കുറവായിരുന്നു. എന്നാൽ എല്ലാ രാത്രിയിലും അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. ഗ്രാമത്തിലെ ജീവിതത്തെക്കുറിച്ചും അച്ഛന്റെ കാര്യങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. അച്ഛന്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് രാജീവനോട് പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. കാരണം രാജീവന്റെ മനസ്സിൽ അച്ഛനെക്കുറിച്ച് ഒരുപാട് സ്നേഹവും ബഹുമാനവുമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അത് നശിപ്പിക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു. ഒരു മാസം പൂർത്തിയായപ്പോൾ രാജീവന് നഗരത്തിൽ പുതിയൊരു പ്രൊജക്റ്റ് വന്നതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് വീട്ടിൽ വരാൻ സാധിക്കില്ലെന്നു പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു വിഷമം തോന്നി. ഭർത്താവ് അടുത്തില്ലാത്തപ്പോൾ അച്ഛന്റെ സംരക്ഷണം തന്റെ മാത്രം ഉത്തരവാദിത്തമാവുമോ എന്നൊരു ഭയം അവളെ അലട്ടി. ദിവസവും കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ചിരിക്കുന്ന അച്ഛന്റെ മുഖം അപ്പോഴേക്കും കൂടുതൽ മൗനമായി. ഉച്ചയ്ക്ക് ശേഷം അച്ഛന്റെ മുറിയിൽ പോയി വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പഴയ ഓർമ്മകളെക്കുറിച്ച് പറയും. എന്നാൽ അതിലൊന്നും അലീനയ്ക്ക് മുൻപ് തോന്നിയിരുന്ന ആ താങ്ങായി മാറാൻ സാധിച്ചിരുന്നില്ല. അച്ഛന്റെ വാക്കുകളിൽ എന്തോ ഒരുതരം മാറ്റം വന്നതായി അവൾക്ക് തോന്നി. അത് മുൻപ് കണ്ടിരുന്ന വാത്സല്യമായിരുന്നില്ല, അതിനപ്പുറം എന്തോ ഒന്ന്. മോളെ, എനിക്ക് കുറച്ച് വെള്ളമെടുത്തു തരാമോ, കുടിക്കാൻ? അച്ഛൻ ചോദിച്ചു. അലീന അടുക്കളയിൽ പോയി വെള്ളമെടുത്തു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോൾ എന്റെ അരികിലിരിക്കെ. എനിക്ക് വയ്യ. അലീന അദ്ദേഹത്തിന്റെ അരികിൽ കസേരയിട്ടിരുന്നു. അദ്ദേഹം അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ നഗരത്തിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഏകാന്തതയാണ് തോന്നുന്നത്. നീയും കൂടിയുള്ളപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. അലീന അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. എന്നാൽ ആ പുഞ്ചിരിക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു. ഭർത്താവില്ലാത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയവും ഏകാന്തതയും അനുഭവപ്പെട്ടു. അച്ഛന്റെ പെരുമാറ്റത്തിൽ അവൾക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നിത്തുടങ്ങി. ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളിനി എനിക്കൊന്ന് ഭക്ഷണം വാരിത്തരുമോ? മോൻ വീട്ടിലുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു സുഖമുണ്ട്. ആദ്യം അവൾക്ക് അത് ചെയ്യാൻ മടിയായിരുന്നെങ്കിലും പിന്നീട് അത് ചെയ്തു കൊടുത്തു. എന്നാൽ അച്ഛന്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നോക്കി ചിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. അത് അവളുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തി. എങ്കിലും അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കുമെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അച്ഛന്റെ ആവശ്യങ്ങൾ കൂടി വന്നു. മോളെ, എന്റെ മുടി ഒന്ന് ചീകിത്തരുമോ? എന്റെ വസ്ത്രങ്ങളൊന്ന് മാറ്റിത്തരുമോ? എന്റെ കാലിൽ ഒന്ന് തിരുമ്മിത്തരുമോ? ചോദ്യങ്ങൾ കേട്ട് അലീന വല്ലാതെ അസ്വസ്ഥയായി. പക്ഷേ കാഴ്ചയില്ലാത്ത ഒരാളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ടുതന്നെ ആ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തുകൊടുത്തു. ഒരു ദിവസം രാത്രിഭയം കാരണം അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. രാജീവനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ നമ്പർ തിരക്കിലായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ഏകാന്തതയും ഭയവും അനുഭവപ്പെട്ടു. അവൾ കട്ടിലിൽ കിടന്ന് ഭയത്തോടെ കണ്ണുകളടച്ചു. സമയം അർദ്ധരാത്രിയായി. അവളുടെ മുറിയിലേക്ക് ആരോ വരുന്നതുപോലെ അവൾക്ക് തോന്നി. എന്നാൽ അവൾ ഭയത്തോടെ കണ്ണുകൾ അടച്ചുകിടന്നു. പെട്ടെന്ന് ഒരു കൈ അവളുടെ കാലിൽ സ്പർശിക്കുന്നത് അവൾ അറിയുകയും ഞെട്ടി ഉണരുകയും ചെയ്തു. അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇരുട്ടിൽ അവൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. ആരാണത്? അച്ഛനോ? അവൾ ഭയത്തോടെ ചോദിച്ചു. അലീന, ഞാൻ നിന്റെ അച്ഛൻ, അദ്ദേഹം പറഞ്ഞു. അലീന പെട്ടെന്ന് ലൈറ്റിട്ടു. അച്ഛൻ അവളുടെ മുറിയിൽ നിൽക്കുന്നത് കണ്ട് അവൾ വല്ലാതെ ഭയന്നുപോയി. അയാളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. അതിൽ അവൾക്ക് പേടിയും നിസ്സഹായതയും ഒരുപോലെ തോന്നി. അച്ഛന് കാഴ്ചയുണ്ടോ? അവൾ വിറയലോടെ ചോദിച്ചു. അത് എനിക്ക് കാഴ്ചയുണ്ട്. എന്റെ മോന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാഴ്ചയില്ലാത്തതുപോലെ അഭിനയിച്ചത്. എന്റെ ഭാര്യ മരിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഏകാന്തത തോന്നി. എന്റെ മോന്റെ ശ്രദ്ധ മുഴുവൻ അവന്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു. എന്നെ നന്നായി പരിചരിക്കുന്ന എന്റെ മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടുതന്നെ എനിക്ക് അവനെ എന്റെ കൂടെ കൂട്ടാൻ സാധിച്ചില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നോട് മോശമായ ഉദ്ദേശമുണ്ടായി. എന്റെ മോൻ പോയപ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ട് നിന്നെ എന്റെ കൂടെ കൂട്ടാൻ ഞാൻ ശ്രമിച്ചു, അച്ഛൻ വിറയലോടെ പറഞ്ഞു. അലീനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൾക്ക് അയാളെ കണ്ടപ്പോൾ വല്ലാത്തൊരു വെറുപ്പ് തോന്നി. അതേസമയം രാജീവൻ വീട്ടിലെത്തുകയായിരുന്നു. നഗരത്തിൽ നിന്ന് വേഗം പ്രൊജക്ട് പൂർത്തിയാക്കിയ അലീനയെ അത്ഭുതപ്പെടുത്താൻ അവൻ നേരത്തെ തിരിച്ചു വന്നതായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നുകിടക്കുന്ന അച്ഛനും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം അവൻ വാതിൽക്കൽ നിന്ന് കേട്ടു. അച്ഛൻ തന്റെ അഭിനയത്തെക്കുറിച്ചും അലീനയോടുള്ള മോശമായ ഉദ്ദേശത്തെക്കുറിച്ചും പറയുന്നതെല്ലാം അവൻ കേട്ടു. അവന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. സ്വന്തം അച്ഛൻ ഇങ്ങനെ പെരുമാറുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അലീനയോടുള്ള അവന്റെ വിശ്വാസം കൂടി. അച്ഛനോടുള്ള അവന്റെ ബഹുമാനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അവൻ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് കയറി. അവന്റെ കണ്ണുകളിൽ കോപവും നിസ്സഹായതയും ഒരുപോലെ നിറഞ്ഞുനിന്നു. അച്ഛാ, രാജീവന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ അലീനയുടെയും അച്ഛന്റെയും കണ്ണുകൾ ഒരുപോലെ രാജീവനിലുടക്കി. അച്ഛന്റെ മുഖത്ത് ഭയവും നിസ്സഹായതയും നിഴലിച്ചു. അലീനയ്ക്ക് ആശ്വാസം തോന്നി. പക്ഷേ ഒപ്പം ഭർത്താവിന്റെ വേദന കണ്ടപ്പോൾ അവളുടെ മനസ്സ് പിടഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നത്, അച്ഛാ? രാജീവന്റെ ശബ്ദത്തിൽ വേദനയും നിസ്സഹായതയും നിറഞ്ഞിരുന്നു.
ഞാൻ നിങ്ങളെ ഇത്രയും കാലം ഒരുപാട് സ്നേഹിച്ചു. എനിക്ക് എന്റെ അച്ഛന്റെ കണ്ണുകൾ തിരികെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം പോലും മാറ്റിവെച്ചത്. പക്ഷേ അച്ഛൻ എന്തിനാണ് എന്നോട് ഈ കള്ളം പറഞ്ഞത്? അച്ഛന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. മോനെ, എനിക്ക് നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിന്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഏകാന്തത തോന്നി. നീ ജോലിക്കുവേണ്ടി നഗരത്തിലേക്ക് പോയപ്പോൾ ഞാൻ തനിച്ചായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനർത്ഥം എന്റെ ഭാര്യയോട് മോശമായി പെരുമാറാം എന്നാണോ? അച്ചായി പ്രായത്തിൽ അച്ഛനിങ്ങനെ തോന്നാൻ പാടില്ല. അച്ഛന്റെ പ്രായം. എന്റെ അച്ഛനല്ല നിങ്ങൾ. നിങ്ങളെ എനിക്കിനി എന്റെ അച്ഛനായിട്ട് കാണാൻ കഴിയില്ല. രാജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അലീനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ രാജീവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ. എനിക്ക് എന്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അലീനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ രാജീവനെ കെട്ടിപ്പിടിച്ചു. ഇല്ല, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കി എന്റെ കൂടെ നിന്നല്ലോ. രാജീവന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അച്ഛനെ നോക്കി. അച്ഛന്റെ കണ്ണുകളിൽ ഭയവും പശ്ചാത്താപവും നിറഞ്ഞു. രാജീവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. സ്വന്തം അച്ഛനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ അവന് വല്ലാതെ വിഷമം തോന്നി. ഇല്ല അച്ഛാ, നിങ്ങളെ എനിക്കിനി സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ ഇത്രയും കാലം ഒരു കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. രാജീവൻ പറഞ്ഞു. അവൻ അലീനയെയും കൂട്ടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവർ വേഗം വസ്ത്രങ്ങളും സാധനങ്ങളും എടുത്ത് കാറിൽ കയറി. അവർക്ക് വേഗം ഈ സ്ഥലത്തുനിന്ന് പോകണം. അച്ഛന്റെ മുഖം കാണാൻ പോലും അവർക്കിഷ്ടമായിരുന്നില്ല. കാറിൽ കയറിയപ്പോൾ അലീന രാജീവനോട് പറഞ്ഞു, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. ഇല്ല അലീന, വേണ്ട. അദ്ദേഹം എന്റെ അച്ഛനാണ്. എന്നെ പറ്റിച്ചാലും അദ്ദേഹത്തെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്കിവിടെ നിന്ന് പോകാം, രാജീവൻ പറഞ്ഞു. രാജീവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് നഗരത്തിലേക്ക് യാത്ര തുടങ്ങി. വഴിയരികിൽ ആരുമുണ്ടായിരുന്നില്ല. കാറിൽ വല്ലാത്തൊരു മൗനം തളം കെട്ടിനിന്നു. അലീനയും രാജീവനും ഒന്നും സംസാരിച്ചില്ല. അവരുടെ മനസ്സിൽ ആ നിമിഷം നടന്ന കാര്യങ്ങൾ മാത്രം നിറഞ്ഞുനിന്നു. കാർ നഗരത്തിലെത്തിയപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അവൾക്ക് രാജീവനെ ഒരുപാട് ഇഷ്ടം തോന്നി. അയാൾ അവളെ വിശ്വസിച്ചതിലും സംരക്ഷിച്ചതിലും അവൾക്ക് സന്തോഷം തോന്നി. രാജീവൻ കാർ നിർത്തി അലീനയെ കെട്ടിപ്പിടിച്ചു. മോളെ, എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് എന്റെ തെറ്റാണ്. നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്നെ വിഷമിപ്പിച്ചു. ഇല്ല, നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ എന്റെ കൂടെ. അവിടെ അവർ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങി. അവരെ സഹായിക്കാൻ അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നഗരത്തിലെത്തി അവരുടെ പുതിയ വീട്ടിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ആ വീടിന്റെ ഓരോ മുറിക്കും ഗ്രാമത്തിലെ വീടിന്റെ പഴമയേക്കാൾ അവൾക്ക് പരിചിതമായ പുതിയൊരു സുരക്ഷിതത്വത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. എങ്കിലും ആ രാത്രിയുടെ ഭീകരമായ ഓർമ്മകൾ അവരെ വേട്ടയാടി. രാജീവൻ തന്റെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ച് കിടക്കയിൽ ഏറെ നേരം അസ്വസ്ഥനായി. സ്വന്തം അച്ഛൻ, ഇത്രയും കാലം സ്നേഹിച്ച് സംരക്ഷിച്ച് വിശ്വസിച്ച ആ മനുഷ്യൻ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞു തന്നെ പറ്റിച്ചുവെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അലീന, അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. എന്താ രാജീവേട്ടാ? അവൾ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു ചോദിച്ചു. എനിക്കെന്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു മകനെന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. അവന്റെ വാക്കുകളിൽ വേദന നിറഞ്ഞു. അങ്ങനെ പറയരുത്. നിങ്ങളായിരുന്നല്ലോ അദ്ദേഹത്തെ ഇത്രയും കാലം പരിചരിച്ചതും സ്നേഹിച്ചതും. അദ്ദേഹത്തിന്റെ കള്ളങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ഒരുപാട് നല്ല ഭർത്താവാണ്. നിങ്ങൾ എന്റെ കൂടെയുണ്ടല്ലോ. അവളുടെ വാക്കുകൾ അവന് ആശ്വാസം നൽകി. പിറ്റേന്നു മുതൽ അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചു. രാജീവൻ ഓഫീസിലേക്ക് പോയി. അലീന വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ അവൾക്ക് പഴയതുപോലെ ഉത്സാഹമുണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ രാത്രിയിലെ കാഴ്ചകൾ മനസ്സിലേക്ക് ഓടിവന്നു. അച്ഛന്റെ തുറന്ന കണ്ണുകൾ വിറച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം അവളെ ഭയപ്പെടുത്തി. അവൾ ഫോണെടുത്ത് രാജീവനെ വിളിച്ചു. എന്താ അലീന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. ഒന്നുമില്ല രാജീവേട്ടാ. നിങ്ങളെ വിളിക്കണമെന്ന് തോന്നി. എനിക്കെന്തോ വല്ലാത്തൊരു ഭയമുണ്ട്. ആ രാത്രിയിലെ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. രാജീവൻ അവളെ സമാധാനിപ്പിച്ചു. അലീന, നീ വിഷമിക്കരുത്. ഞാനിപ്പോൾ വരാം. നീ ധൈര്യമായിട്ടിരിക്കെ. അവൻ ഫോൺ കട്ട് ചെയ്ത് വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ രാജീവൻ അലീനയെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. നീ വിഷമിക്കരുത്. നമുക്കെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങണം. ഞാൻ നിനക്കുവേണ്ടി ഒരു ജോലി കണ്ടുപിടിക്കാം. വേണ്ട രാജീവേട്ടാ.
എനിക്ക് നിങ്ങളോടൊപ്പം ഈ വീട്ടിലിരുന്നാൽ മതി. എനിക്ക് പേടിയാണ്. അലീന പറഞ്ഞു. ഇല്ല അലീന, നീ പഴയതുപോലെയാകണം. നീ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. നീ എന്റെ കൂടെയുണ്ടല്ലോ. നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ കൂടെയുണ്ടാകും. രാജീവന്റെ വാക്കുകൾ അലീനയ്ക്ക് ധൈര്യം നൽകി. അവൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവളുടെ മനസ്സിന് സമാധാനം ലഭിച്ചു. രാജീവന്റെ സ്നേഹവും പിന്തുണയും അവളെ കൂടുതൽ ശക്തയാക്കി. ഒരു ദിവസം അലീനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് ഗ്രാമത്തിലെ നമ്പറായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ രാജീവനെ വിളിച്ചു. രാജീവേട്ടാ, ഗ്രാമത്തിൽ നിന്ന് ഒരു കോൾ വരുന്നു, അവൾ പറഞ്ഞു. രാജീവൻ അവളുടെ അരികിൽ വന്നു. അവൻ ഫോൺ എടുത്തു. രാജീവന്റെ അച്ഛനായിരുന്നു വിളിച്ചത്. മോനെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ ഒറ്റയ്ക്കാണിവിടെ. നീയും മോളും തിരിച്ചു വരണം. അച്ഛന്റെ ശബ്ദത്തിൽ ദയനീയത നിറഞ്ഞിരുന്നു. രാജീവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ അലീനയെ കെട്ടിപ്പിടിച്ചു. മോളെ, നമുക്കൊരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാം. നമുക്ക് എല്ലാം മറക്കാം, അവൻ പറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ടുപോയി. അവരുടെ മനസ്സിനെ വേട്ടയാടിയിരുന്ന ഭയവും വേദനയും പതിയെ പതിയെ ഇല്ലാതായി. അവർ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും അവരുടെ പുതിയ ജീവിതം തുടങ്ങി. നഗരത്തിലെ തിരക്കേറിയ ജീവിതം അവരുടെ മനസ്സിന് ഒരു പുതിയ ഉണർവ് നൽകി. പഴയ ഓർമ്മകൾ പൂർണ്ണമായും മായ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുതിയൊരു ചുറ്റുപാട് അവരെ പതിയെ പതിയെ സമാധാനിപ്പിച്ചു. അലീനയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. രാജീവന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നില്ല. ഇടയ്ക്കിടെ അച്ഛന്റെ ഓർമ്മകൾ അവനെ അലട്ടിയിരുന്നു. തന്റെ ഒരേയൊരു രക്തബന്ധത്തെ ഉപേക്ഷിച്ചത് ശരിയായിരുന്നോ എന്ന് അവൻ പലപ്പോഴും ചിന്തിച്ചു. അച്ഛന്റെ ദയനീയമായ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. എങ്കിലും അലീനയുടെ മുഖം ഓർമ്മ വരുമ്പോൾ അവൻ തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് സ്വയം ആശ്വസിപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം അവർ രണ്ടുപേരും വീട്ടിലെത്തി. ജോലിത്തിരക്കുകൾക്ക് ശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് രാജീവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അത് അജ്ഞാതമായ ഒരു നമ്പറിൽ നിന്നായിരുന്നു. മോനെ, ഞാൻ നിന്റെ അച്ഛനാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എനിക്കിപ്പോൾ ഈ ലോകത്ത് ആരുമില്ല. നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. മെസ്സേജ് വായിച്ചപ്പോൾ രാജീവന്റെ മുഖം വിളറി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അലീനയെ നോക്കി. അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ രാജീവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്താ രാജീവേട്ടാ? അവൾ ചോദിച്ചു. അലീനായന്റെ അച്ഛൻ മെസ്സേജ് അയച്ചു, അവൻ വിഷമത്തോടെ പറഞ്ഞു. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് വീണ്ടും ആ രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിവന്നു. അവൾ ഭയത്തോടെ രാജീവനെ നോക്കി. നിങ്ങൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം, അവൾ ഭയത്തോടെ പറഞ്ഞു. രാജീവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ഫോണെടുത്ത് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. അവൻ അലീനയെ കെട്ടിപ്പിടിച്ചു. മോളെ, നീ വിഷമിക്കരുത്. ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. നമുക്കെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം. എനിക്കെന്റെ ഭാര്യയെ മാത്രമേ വേണ്ടൂ. എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഞാനൊരു മകനെന്ന നിലയിൽ ക്ഷമിച്ചാലും നിനക്കത് സഹിക്കാൻ കഴിയില്ല. അലീനയ്ക്ക് ആശ്വാസം തോന്നി. അവൾ രാജീവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ രാത്രിയിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തു. അവരുടെ മനസ്സിനെ വേട്ടയാടിയിരുന്ന ഭയവും വേദനയും പതിയെ പതിയെ ഇല്ലാതായി. അവർ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും അവരുടെ പുതിയ ജീവിതം തുടങ്ങി. അവരുടെ കഥ തുടർന്നു. നഗരത്തിലെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ അലീനയും രാജീവനും കൂടുതൽ കരുത്തരായി. അവരിരുവരും ജോലിയിലും വ്യക്തിജീവിതത്തിലും സന്തോഷം കണ്ടെത്തി. അലീനയുടെ ഉത്സാഹം കണ്ടപ്പോൾ അവളുടെ സുഹൃത്തുക്കൾക്കും സന്തോഷം തോന്നി. രാജീവനും അലീനയും നഗരത്തിലെ ജീവിതം ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങി. അവരിരുവരും ഒരുപാട് യാത്രകൾ ചെയ്തു, പുതിയ സ്ഥലങ്ങൾ കണ്ടു, പുതിയ ആളുകളെ പരിചയപ്പെട്ടു. ഒരു ദിവസം വൈകുന്നേരം അലീനയും രാജീവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയി. ആഹാരം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അവരുടെ വീടിന്റെ മുൻപിൽ ഒരു കാർ നിർത്തുന്നത് കണ്ടു. കാറിൽ നിന്നിറങ്ങിയത് രാജീവന്റെ അമ്മാവനായ വിജയനായിരുന്നു. അയാൾ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. രാജീവന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛന്റെ അനിയന്റെ മകനാണ് ഇയാൾ. രാജീവൻ അയാളെ കണ്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു. അലീനയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. മോളെ, അവൻ ഇവിടെയാണ്. അവൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. രാജീവൻ അലീനയോട് പറഞ്ഞു. ഇല്ല രാജീവേട്ടാ, എനിക്കവനോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു, അലീന പറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ച് വിജയന്റെ അടുത്തേക്ക് ചെന്നു. വിജയൻ അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നാൽ ആ പുഞ്ചിരിക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു. മോനെ, എന്താ ഇത്? അച്ഛനെ ഇങ്ങനെ തനിച്ചാക്കി പോകാമോ?
അദ്ദേഹം ഒറ്റയ്ക്കാണവിടെ. അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സായി. അദ്ദേഹത്തെ നോക്കാൻ അവിടെ ആരുമില്ല. നീയും മോളും തിരിച്ചു വരണം. വിജയൻ പറഞ്ഞു. രാജീവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ അലീനയെ നോക്കി. അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. അമ്മാവാ, നിങ്ങൾക്കവിടെ പോകാൻ കഴിയില്ല, രാജീവൻ പറഞ്ഞു. എന്താ മോനെ, നിനക്ക് അച്ഛന് വേണ്ടേ? അച്ഛൻ നിനക്കുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു, നിനക്ക് ഓർമ്മയില്ലേ? നിനക്കുവേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടത് നീ മറന്നുപോയോ? വിജയൻ ദേഷ്യത്തോടെ ചോദിച്ചു. രാജീവൻ ഒന്നും മിണ്ടിയില്ല. അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൻ ചെയ്തത് ശരിയാണോ എന്ന് അവന് സംശയം തോന്നി. നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ചെയ്തത് തെറ്റാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ കാണാൻ പോകാം. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാം, അലീന പറഞ്ഞു. അലീനയുടെ വാക്കുകൾ രാജീവന് ധൈര്യം നൽകി. അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൻ അലീനയെ കെട്ടിപ്പിടിച്ചു. മോളെ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പോകണം, രാജീവൻ പറഞ്ഞു. അലീനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് വേദനിച്ചു. അവൾക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ ഭയമായിരുന്നു. പക്ഷേ അവൾ രാജീവനെ സ്നേഹിച്ചു. അവൾക്ക് രാജീവനോടൊപ്പം നിൽക്കണം. അവൾ രാജീവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ച് അച്ഛനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അവർ തിരികെ ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. വഴിയരികിൽ വല്ലാത്തൊരു മൗനം തളം കെട്ടിനിന്നു. അലീനയും രാജീവനും ഒന്നും സംസാരിച്ചില്ല. അവരുടെ മനസ്സിൽ ആ നിമിഷം നടന്ന കാര്യങ്ങൾ മാത്രം നിറഞ്ഞുനിന്നു. ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ കാറിനുള്ളിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു. ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും അലീനയുടെ ഹൃദയമിടിപ്പ് കൂടിവന്നു. പരിചയമുള്ള വഴിത്താരകൾ ഇടയ്ക്കിടെ കണ്ടിരുന്ന പഴയ കടകളെല്ലാം അവൾക്ക് ആ രാത്രിയുടെ ഭീകരമായ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നു. രാജീവന്റെ മുഖത്തും അതേ മാനസിക സംഘർഷം പ്രകടമായിരുന്നു. അവൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചു. ഓരോ നിമിഷവും അലീനയുടെ കൈകളിൽ പിടിച്ച് അവൾക്ക് ധൈര്യം നൽകാൻ ശ്രമിച്ചു. നമ്മൾ എത്തിയത് ശരിയാണോ? അവൾ പതിയെ ചോദിച്ചു. രാജീവൻ അവളെ നോക്കി. അലീന, എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു നമ്മൾ പോകണം. എന്റെ അച്ഛന്റെ അടുത്തുപോയി സംസാരിക്കണം. അദ്ദേഹത്തിന് എന്നോട് സത്യം പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. അലീനയൊന്നും മിണ്ടിയില്ല. അവൾ രാജീവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവരുടെ വീടിന്റെ മുൻപിൽ കാർ വന്നു നിന്നു. ഗേറ്റ് തുറന്നുകിടക്കുകയായിരുന്നു. വീടിന്റെ മുൻപിലെ ഉണങ്ങിയ പുല്ലുകളും പൂക്കളില്ലാത്ത ചെടികളും ആ വീടിന്റെ ഏകാന്തത വിളിച്ചോതി. നമ്മുടെ വീട്, അലീന പതിയെ പറഞ്ഞു. രാജീവന്റെ കണ്ണുകൾ നിറഞ്ഞു. അലീന, നീ ഇവിടെ കാറിലിരിക്കെ. ഞാൻ പോയി അച്ഛനോട് സംസാരിച്ചു വരാം. ഇല്ല രാജീവേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെ വരും. എനിക്ക് നിങ്ങളെ തനിച്ചാക്കാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. മുൻവശത്തെ വാതിൽ തുറന്നുകിടക്കുകയായിരുന്നു. അവർ അകത്തേക്ക് കയറി. ഹാളിൽ കസേരയിട്ട് അച്ഛൻ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുടി നരച്ചിരുന്നു. മുഖത്ത് ചുളിവുകൾ വീണിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അലീനയ്ക്കും രാജീവനും വല്ലാത്തൊരു വേദന തോന്നി. രാജീവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു. അച്ഛാ. അച്ഛൻ തിരിഞ്ഞു നോക്കി. രാജീവിനെയും അലീനയെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. മോനേ, മോളെ, അദ്ദേഹം വിറയലോടെ പറഞ്ഞു. രാജീവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, നിങ്ങളെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. നിങ്ങൾ ചെയ്തത് തെറ്റാൻ, പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അച്ഛൻ രാജീവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അലീനയ്ക്കും വല്ലാതെ വിഷമം തോന്നി. അവൾ അച്ഛന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, നിങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നു. അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. മോൾ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ ഒറ്റയ്ക്കാണിവിടെ. എനിക്ക് നിങ്ങളെ കാണാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛാ, നിങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, രാജീവൻ പറഞ്ഞു. അച്ഛന്റെ മുഖം വിളറി. എന്താ മോനെ, എനിക്ക് വയസ്സായി. എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങളിവിടെ എന്റെ കൂടെ നിൽക്കണം. ഇല്ല അച്ഛാ, അത് ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളെ ഇവിടെ തനിച്ചാക്കില്ല. നിങ്ങൾക്ക് ഒരു കെയർ ടേക്കറെ ഞങ്ങൾ ഏർപ്പാടാക്കും. അദ്ദേഹം നിങ്ങളെ നോക്കിക്കോളും, രാജീവൻ പറഞ്ഞു. അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്കെന്നെ വേണ്ടേ? അങ്ങനെ പറയരുതച്ഛാ. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ ചെയ്തത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഞങ്ങൾ നിങ്ങളെ കാണാൻ വരാം, അലീന പറഞ്ഞു. അച്ഛനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം രാജീവനെയും അലീനയെയും നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പശ്ചാത്താപം നിറഞ്ഞു. രാജീവന്റെയും അലീനയുടെയും തീരുമാനം ഉറച്ചതായിരുന്നു.
അവർ അച്ഛനെ സമാധാനിപ്പിച്ചു. അവർ തിരികെ കാറിൽ കയറി നഗരത്തിലേക്ക് മടങ്ങി. അവരുടെ മനസ്സ് ശാന്തമായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള മടക്കയാത്രയിലും അതേ നിശ്ശബ്ദത തളം കെട്ടിനിന്നു. എന്നാൽ അത് ഭയത്തിന്റേതോ അസ്വസ്ഥതയുടേതോ ആയിരുന്നില്ല. മറിച്ച് ഒരുപാട് വൈകാരിക നിമിഷങ്ങൾക്കൊടുവിൽ മനസ്സ് നേടിയെടുത്ത ഒരു ശാന്തതയായിരുന്നു അത്. കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ആ രാത്രിയിൽ തകർന്നടിഞ്ഞ അവളുടെ മനസ്സിന്ന് പഴയതിനേക്കാൾ കരുത്തുള്ളതായി മാറിയിരിക്കുന്നു. രാജീവന്റെ കൈകൾ അവളുടെ കൈകളിൽ അമർന്നു. ആ സ്പർശം അവൾക്ക് നൽകിയത് ഒരുപാട് ധൈര്യവും സ്നേഹവുമായിരുന്നു. അലീന, നീ വിഷമിക്കരുത്. നമ്മൾ ചെയ്തത് ശരിയായ കാര്യമാണ്, രാജീവൻ പതിയെ പറഞ്ഞു. അലീന അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം രാജീവേട്ടാ, നിങ്ങൾക്കു വേണ്ടി എനിക്കിതാണ് ചെയ്യാൻ സാധിച്ചിരുന്നത്. നിങ്ങൾ ഒരുപാട് നല്ല ഭർത്താവാണ്. രാജീവൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വേദനയുടെ ഒരു ചെറിയ അംശമുണ്ടായിരുന്നെങ്കിലും അവന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അവൻ തന്റെ നഗരത്തിലെത്തി അവരുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അവർക്ക് വീണ്ടും ആശ്വാസം തോന്നി. അവരുടെ വീട് ഒരു സുരക്ഷിത താവളമായി തോന്നി. പഴയ വീട്ടിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഏകാന്തതയും ഭയവും ഈ വീട്ടിലില്ലായിരുന്നു. ഇവിടെ അവർക്ക് പരസ്പരമുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നീട് സംസാരിച്ചിരുന്നു. രാജീവൻ അലീനയോട് തന്റെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരുമിച്ചൊരു യാത്ര പോകണം, ഒരു വീട് സ്വന്തമാക്കണം, ഒരു കുടുംബമുണ്ടാക്കണം. അവന്റെ വാക്കുകൾ അലീനയുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. ആ രാത്രിയിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തു. അവരുടെ മനസ്സിനെ വേട്ടയാടിയിരുന്ന ഭയവും വേദനയും പതിയെ പതിയെ ഇല്ലാതായി. അവർ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും അവരുടെ പുതിയ ജീവിതം തുടങ്ങി. ആരുടെ മുന്നിലും മറച്ചുവെക്കേണ്ട യാതൊരു ഭയവുമില്ലാത്തവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടുപോയി.